ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് ആർ വൈ ഫ്രം സോറനൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഗോൾഡിൽ റീസെൻ്റ് ആയിട്ട് എടുത്ത ഒരു ട്രേഡിൻ്റെ റീക്യാപ്പ് വീഡിയോ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഗോൾഡ് ഓൾ ടൈം ഹൈ എടുത്തതിന് ശേഷം എടുത്തൊരു ട്രേഡായിരുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പലരുടെയും സ്റ്റോറീസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ഓൾ ടൈം ഹൈ എടുത്തതിന് ശേഷം അവർക്ക് അവരുടെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പലർക്കും SL നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എങ്ങനെയാണ് ഗോൾഡ് ഓൾ ടൈം ഹൈ എടുത്തിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സോ അതിൻ്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകുക. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഫോറക്സ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പുതിയൊരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഐ ബട്ടൻ്റെ അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ നമ്മളിപ്പോൾ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2025 തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. സോ ബിഗിനർ ആണെങ്കിൽ നിങ്ങളത് കാണുന്നൊന്ന് കൺസിഡർ ചെയ്യാം. സോ ഡയറക്റ്റ്ലി നമുക്ക് അനാലിസിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗോൾഡ് ഓൾ ടൈം ആയി എടുത്തു. അതിനുശേഷം സെല്ല് നോക്കുന്നത് ഒരു വളരെ യോജിക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സെല്ല് നോക്കുന്നത് ഗോൾഡ് ഓൾ ടൈം ആയി എടുത്തതിന് ശേഷം എന്തെങ്കിലും കൺഫർമേഷൻ ബ്രേക്കൗട്ട് 1 ഹവറിലോ 4 ഹവറിലോ ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷമാണെന്ന് എന്നുണ്ടെങ്കിൽ സെല്ല് നോക്കാമായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ ബ്രേക്കൗട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഗോൾഡ് ബൈ ആയിരുന്നു എൻ്റെ ബയാസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിലൊന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഓൾമോസ്റ്റ് ഒരു 10 to 12 ഹവേഴ്സോളം മാർക്കറ്റിൽ 1 ഹവർ ക്യാൻഡിൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല രീതിയിൽ കൺസോൾട്ടേറ്റഡ് ആണ്. സോ അതിനുശേഷം ഏകദേശം 8:30ക്കാണ് ഞാൻ ഈ ട്രേഡ് എടുത്തിട്ടുള്ളത്. ട്രേഡ് എടുത്തതിൻ്റെ റീസൺ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ലൈൻ ഒന്ന് റീഡ്രോ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഒരു 1 ഹവർ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങളൊരു SNR ട്രേഡ് ചെയ്യുന്ന ആളാണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. സോ നിങ്ങൾ SNR ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയുന്നുണ്ടാവും ഗ്യാപ്പ് ലെവൽസിൻ്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ പ്രത്യേകിച്ച് 1 ഹവറിൽ ഫ്രഷ് ക്രിയേറ്റഡ് ആയിട്ടുള്ള ഗ്യാപ്പ് ലെവലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയുന്നുണ്ടാവും. സോ എനിക്ക് എൻ്റെ സെറ്റപ്പ് ക്രൈറ്റീരിയ പ്രകാരം ഈ സെറ്റപ്പ് വാലിഡ് ആണോ നോക്കാനായിട്ട് ഞാൻ ജസ്റ്റ് 30 മിനിറ്റിലോട്ട് പോയി. 30 മിനിറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊരു റെസിസ്റ്റൻസ് ലെവലുമായിട്ട് അലൈൻ ചെയ്ത് കിടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ബെറ്റർ വ്യൂവിനായിട്ട് ലൈൻ ചാർട്ടിൽ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു റെസിസ്റ്റൻസുമായിട്ട് ഈ ലൈൻ ഇവിടെ അലൈൻ ചെയ്ത് കിടക്കുന്നുണ്ട്. സോ നമ്മൾ ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വരുന്ന റീടെസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഈ ക്യാൻഡിലാണ് റീടെസ്റ്റിന് വന്നത്. ഡയറക്റ്റ്ലി ഞാൻ 5 മിനിറ്റ് പോകും. 5 മിനിറ്റിലാണ് ഞാൻ എൻ്റെ കൺഫർമേഷൻ കാര്യങ്ങൾ നോക്കാറ്. 5 മിനിറ്റിൽ നമ്മുടെ ഈ ലൈനിലോട്ട് വന്ന് ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലായിരുന്നു. അത് നല്ല രീതിയിൽ റിജക്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്തെങ്കിലും ഞാൻ ഡയറക്റ്റ്ലി അവിടെ നിന്ന് എൻ്റർ ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു നല്ല രീതിയിൽ ചെറുതായിട്ട് അടിയിക്ക് മൂവ്മെൻറ്റ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് വന്ന ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു EMA ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് EMAയുടെ ബ്രേക്കൗട്ട് കാണിച്ചു തരാം. ഇവിടെയായിരുന്നു EMA ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏകദേശം കറക്റ്റ് അവിടെ നിന്ന് എൻ്റർ ആയിട്ടുണ്ടായിരുന്നു. എൻ്റർ ആയിട്ട് ഞാൻ എൻ്റെ ടാർഗറ്റ് എവിടെയാണ് വെച്ചതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതായിരുന്നു എൻ്റെ ടാർഗറ്റ്. നിങ്ങൾക്ക് ഈ ടാർഗറ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും വളരെ പ്ലാൻ ചെയ്ത് വെച്ച ടാർഗറ്റായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് 1:3.5 RR കിട്ടിയ ട്രേഡാണ്. ഓൾമോസ്റ്റ് 100 പിപ്പിന് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 100 പിപ്പിന് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ ഈ ട്രെൻഡ് ലൈൻ ഞാൻ എങ്ങനെ വരച്ചു അതും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഗോൾഡ് ഓൾ ടൈമായി ബ്രേക്ക് ചെയ്തു. സോ നമുക്ക് ഇനി ലെഫ്റ്റിൽ ലെവൽസ് ഒന്നും ഇല്ല. ഇങ്ങനത്തെ ടൈമിൽ ഞാൻ എൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ട്രെൻഡ് ലൈൻസ്. ഇവിടെ ഞാൻ ട്രെൻഡ് ലൈൻ വരക്കാൻ എന്താണ് എന്നെ സഹായിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഫ്രഷ്ലി ഫോം 2 റെസിസ്റ്റൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റീഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കാണാം. അതുപോലെ ഇവിടെയും റെസിസ്റ്റൻസ് കാണാം. ഇവിടെയും ഇവിടെ 2 റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഈ റെസിസ്റ്റൻസ് ജോയിൻ ചെയ്തൊരു ട്രെൻഡ് ലൈൻ വരച്ചു. മേ ബി ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിയാക്ഷൻ തന്നേക്കാം എന്നെനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ എൻ്റെ ടാർഗറ്റ് വെച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ഒരു പ്ലാൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു എക്സിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1:3.5 RR കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇനി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗോൾഡ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു ബ്രേക്കൗട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് ബ്രേക്കൗട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ മേ ബി ഗോൾഡ് ഒന്ന് താഴോട്ട് പോയേക്കാം. ഏത് വരെ പോകുമെന്നുള്ളത് നിങ്ങൾക്ക് ഡെയിലി ലെവൽസ് കണ്ടാൽ മനസ്സിലാവും. ഡെയിലിയിൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽസ് എവിടെയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഗോൾഡ് മേ ബി
ഇനി ഈ 1 hour ഒരു ബ്രേക്ക് ഔട്ട് തരികയാണ് എന്നുണ്ടെങ്കിൽ എത്ര താഴോട്ട് പോകുമെന്ന്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം അത്യാവശ്യം കൺസോളിഡേറ്റഡ് ആയിട്ടുണ്ട് അല്ലേ. ഇവിടെ ഞാൻ ഈ റെക്റ്റാങ്കിൾ ബോക്സ് വരച്ച അവിടെ. സോ അവിടെയൊക്കെ ലിക്വിഡിറ്റീസ് കിടക്കുന്നുണ്ട്. മാർക്കറ്റ് എന്തായാലും മേ ബി അങ്ങോട്ട് വന്നേക്കാം ലിക്വിഡിറ്റീസ് എടുക്കാനായിട്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. എപ്പോഴൊരു കാര്യം മാത്രം പറയാനുള്ളൂ, പേഷ്യൻസോടെ കാത്തിരിക്കുക. എന്നാൽ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് സക്സസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. ബൈ.